Good morning, friends. It's me, Simon Varghese, YouTube channel, Simon Varghese Facebook, Simon Varghese Instagram. Welcomes you all. Be a happy day. Be positive and be successful. Hi, good morning. നമുക്കറിയാം ഈ പ്രഭാതത്തിൽ എക്സർസൈസ് ഫുൾ സെറ്റ് ഓഫ് എക്സർസൈസ് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോൾ ചിരിച്ചു വെയിലായി നല്ല ചൂടടിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല തണുപ്പായിരുന്നു, ഇരുട്ടുമായിരുന്നു, വെളുത്തു. ഓക്കെ, എനിക്കാവും നമ്മളെ ഈ സന്ദർഭത്തിൽ ഞെട്ടിത്തരിക്കുന്ന വാർത്തകളാണ് നമ്മളെ കാണാൻ വരുന്നത്. സ്വന്തം ജീവൻ കൊടുത്തും തൻ്റെ സൃഷ്ടാവിനെ സംരക്ഷിക്കുന്ന ഒരു ജനതയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏത് വിശ്വാസവും അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ എന്തൊക്കെയോ ധനം എന്ന ആകർഷണമന്ത്രം പലപ്പോഴും നമ്മളെ കീഴ്പ്പെടുത്തുന്നുണ്ടല്ലേ. ഓക്കെ, അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ ധനം സമ്പാദിക്കണം ആവശ്യത്തിന്. അമിതമായി സമ്പാദിച്ചാൽ എല്ലാം നഷ്ടപ്പെടുന്നതായിട്ടാണ്. ഞാനൊരു വായിച്ചിട്ടുള്ളൊരു വലിയൊരു കോടീശ്വരൻ ഉണ്ടായിരുന്നു. ലോകത്തിൽ തന്നെ വലിയ, നിങ്ങൾക്ക് ആ പേര് പറയുമ്പോൾ അറിയാമായിരിക്കും ആൾ. അയാളിങ്ങനെ ഒരു ഈ സമൂഹത്തിൽ ജീവിച്ചാൽ അണുക്കളുടെ വ്യാപനം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കക്ഷി ഒരു ദ്വീപ് വാങ്ങിച്ചു. ആ ദ്വീപിലിങ്ങനെ ജീവിക്കുക. അപ്പോൾ ആ ദ്വീപിൻ്റെ പുള്ളിയെ സഹായിക്കാൻ ഒത്തിരി പേര് വരുന്നുണ്ട്. ചെടി നനയ്ക്കാൻ ആൾ വരുന്നുണ്ട്. അങ്ങനെയെല്ലാം പലതരത്തിൽ കുക്ക് ചെയ്യുന്ന ആൾ വരുന്നുണ്ട്. അപ്പം പുള്ളിയുടെ ചിന്താവിധി വന്നത്, ഇങ്ങനെ ആൾ വന്നാലും ഈ അസുഖങ്ങൾ വ്യാപരിക്കാമല്ലോ. ഓരോരുത്തരായിട്ട് പുള്ളി പിരിച്ചു വിട്ടു. ഗുഡ് മോർണിംഗ് പിരിച്ചു വിട്ടു. അവസാനം ഈ ഡോക്ടറും ഒരു കുക്കും ഒരു ചീഫ് സെക്യൂരിറ്റി ഓഫീസറും മാത്രം അവശേഷിച്ചു. അപ്പം പറഞ്ഞു, ചൂടടിച്ചാൽ അണുക്കൾ വരും പറഞ്ഞ് വീടിന് ചുറ്റും ഫൗണ്ടൻസ് വെച്ച് മഴ പെയ്ച്ചുകൊണ്ടിരിക്കുക. അതും പുള്ളിക്ക് തൃപ്തിയാകുന്നില്ല ഇനിയും. അപ്പം ഒരു ടോക്കിലോ ഒരു റീഡിങ്ങിലോ പുള്ളി കണ്ടു, ധരിക്കുന്ന വസ്ത്രത്തിലൂടെയും അണുക്കൾ പകരാം. പുള്ളി പയ്യെ വസ്ത്രങ്ങൾ നന്നായിട്ട് ഉപേക്ഷിച്ചു. അവസാനം പുള്ളി പൂർണ്ണ നഗ്നനായി ജീവിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്ക് ഡോക്ടറുടെ ആവശ്യമില്ലെന്നൊരു ദിവസം പുള്ളിക്ക് കണ്ടുപിടിച്ചു. ഡോക്ടറും ഇല്ല. അവസാനം ഈ കുക്ക് മാത്രം അവശേഷിച്ചു. ക്രമേണ ഞാൻ അധികം ഭക്ഷണം കഴിയും, പിന്നെ എന്തിനാ കുക്ക്. അങ്ങനെ അദ്ദേഹം ആധുനിക ലോകം പറയുവാൻ ഭ്രാന്ത് പിടിച്ച് മരിച്ചെന്ന്. പക്ഷെ അങ്ങനെ അധികം പ്രായമാകുന്നതിന് മുമ്പ് പുള്ളി മരിച്ചുപോയി. ഒരു വലിയ ധനികൻ്റെ കഥയായിരിക്കും പറയും. ഒന്ന് ഞാൻ പറയാം, സമൂഹത്തിൽ ജീവിക്കുകയും സാമൂഹ്യമായി ഇടപെടുകയും സ്വന്തം സഹോദരനെയും മാതാപിതാക്കളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും അയൽവക്കക്കാരനെ ഗാഢമായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിതം അതിൻ്റെ ഔന്നത്യത്തിലേക്ക് എത്തുക. ഒളിച്ചിരുന്നിട്ടോ മറഞ്ഞിരുന്നിട്ടോ ഒരു കാര്യമില്ല. ഞാൻ അമേരിക്കയിലോ യൂറോപ്പിലൊക്കെ പോയി കുറേ ധനം സമ്പാദിച്ചു, ഒരു വീടൊക്കെ വെച്ചു, അതിന് ഗേറ്റും പൂട്ടി, ഭാര്യയും മക്കളും കൂടെ കാണത്തില്ല, ഒരു സെർവൻ്റെയൊക്കെ വെച്ച് ഇങ്ങനെ തിന്നും കൂടി ജീവിക്കുന്നത് ആണോ സന്തോഷം? അതോ അയൽവക്കത്തൊക്കെ പോയി വർത്താനമൊക്കെ പറഞ്ഞ് സാമൂഹ്യം ഇടപെട്ട് ക്ലബിലുമൊക്കെ പോയി സന്തോഷമായിട്ട് ജീവിച്ച്? ഗുഡ് മോർണിംഗ്. രാവിലെ ഗുഡ് മോർണിംഗ് പറയാൻ കണ്ടില്ല. ഇപ്പം നമ്മളെ ഞങ്ങൾ പോകുമ്പോൾ കാണുന്ന ഒരു സ്നേഹിതനാണ്. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെയാണ് വേണ്ടത്? സമൂഹമായിട്ട് ഇടപെട്ട് ജീവിക്കണം അല്ലേ? അതൊരു സന്തോഷമുണ്ട്, ഒരു ത്രില്ലുണ്ടല്ലേ. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഇങ്ങനെയൊക്കെ സംവദിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഐ എം ലിവിങ് ഇൻ ദി മിസ്റ്റ് ഓഫ് ദി പീപ്പിൾ, ജസ്റ്റ് എ ഫിഷ് വിച്ച് ലീവ്സ് ഇൻ ദി വാട്ടർ. ഐ എം ലിവിങ് അലോങ് വിത്ത് ദി പീപ്പിൾ, ബട്ട് ഐ എം നോക്കിങ് I'm knowing that I am making no problems for others. I am always living like a fish in the water. See, എനിക്ക് ജീവിക്കണം, മറ്റുള്ളവർക്ക് ജീവിക്കണം. നമ്മുടെ
ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? നമ്മൾ നമ്മുടെ കാര്യം നോക്കുമ്പോൾ അന്യന് ദോഷം വരാതെയും കൂടെ ചെയ്യണം. നമുക്ക് ബാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ജീവിക്കുമ്പോൾ എന്തൊരു സന്തോഷമല്ലേ. ചിലപ്പോൾ ഒരു കപ്പക്കിഴങ്ങ് നമ്മളെല്ലാം കൂടെ പങ്കുവെച്ച് തിന്നുമ്പോൾ ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ യൂണിയൻ മീറ്റിങ്ങിൽ പെൻഷനേഴ്സ് മീറ്റിങ്ങിലൊക്കെ ചിലപ്പോൾ ഒരു ഏത്തക്കാപ്പായിരിക്കും ഒരു പക്ഷേ ഞങ്ങളൊക്കെ കഴിക്കുന്നത് എന്തോ ഒരു ഡിന്നർ കഴിക്കുന്ന സന്തോഷത്തിലാണ്. എല്ലാവരും വർത്തമാനവും പറഞ്ഞ് കുശുമ്പും പറഞ്ഞ് കുശുമ്പും കുഞ്ഞായ്മയോട് എനിക്ക് ഇഷ്ടമില്ല, പക്ഷേ വർത്തമാനം പറയുന്നത് ഇഷ്ടമാണ്. ബി പോസിറ്റീവ് ഓൾവേസ്. നമ്മൾ ഈ കുഞ്ഞായ്മയും കുശുമ്പൊക്കെ പറഞ്ഞ് ഒരാളെ വേദനിപ്പിക്കുമ്പോൾ നമ്മുടെ സന്തോഷം കഴിയുമ്പോഴും അയാൾ വേദനിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. സ്വർഗം നഷ്ടപ്പെടുത്തുന്നൊരു പണിയാണ് അത് ചെയ്യാൻ പാടില്ല. ഓക്കെ, കുശുമ്പും കുഞ്ഞായ്മ നമുക്ക് വേണ്ട. പക്ഷേ തമാശ പറയാം, ചിരിക്കാം, രോഗവിവരങ്ങൾ അന്വേഷിക്കാം, അവൻ്റെ മാതാപിതാക്കളെ പറ്റി അന്വേഷിക്കാം, ചോദിക്കാം, അല്ലേ? അങ്ങനെ ജീവിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയല്ലേ? എവിടെ എന്ത് പറഞ്ഞാലും നമ്മൾ അവിടെ അവസാനിക്കുക. ഒരു ഗവൺമെൻറ് ഞങ്ങളെ തിരഞ്ഞെടുത്താൽ, ഒരു മുന്നണി ഞങ്ങളെ തിരഞ്ഞെടുത്താൽ ഇന്ന കാര്യം ചെയ്യുമെന്ന് പറയും. അത് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ബാധ്യത ആർക്കാണ്? ജനങ്ങൾക്കാണ്. പിന്നെ തോറ്റ ആളുകൾ പുതിയ പുതിയ പദ്ധതികളുമായിട്ട് വരും. അതവർ ചെയ്യുമോ എന്ന് നോക്കേണ്ട കാര്യം ആരുടെയാണ്? നമ്മുടെയാണ്. അപ്പം ഈ തരുണത്തിലാണ് കഴിഞ്ഞ 2 വർഷം 2 ടേമായിട്ട് ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഒരു മോഡലാണ്. ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ UDF വരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, BJP വരുമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ആര് വന്നാലും അവർക്ക് മുമ്പിൽ ഒരു സൂപ്പർ മോഡലുണ്ട്. കാരണം പ്രകടന പത്രിക ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ ഇപ്പോൾ 1 വർഷം ഇത്ര ചെയ്തു, 2 വർഷം ഇത് ചെയ്തു, 3 വർഷം ഇത്, ഓരോ വർഷവും പ്രോഗ്രസ് കാർഡ് ഇറക്കുക. വാസ്തവത്തിൽ എത്ര സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടൊരു അഡ്മിനിസ്ട്രേഷനാണ്, പറയാതിരിക്കാൻ പറ്റും. അക്കൗണ്ടബിലിറ്റി വി ക്യാൻ ഫീൽ എവറി നൂക്ക് ആൻഡ് കോർണർ ഓഫ് ദി റൂളിംഗ് പാർട്ടി ആൻഡ് റൂളിംഗ് ഗവൺമെൻറ്. അതൊരു സുതാര്യമായ കണക്കാണ് അവർ അവതരിപ്പിക്കുന്നത്. ഞങ്ങൾ ഇത്ര റോഡുകൾ പണിതു, ഇത്ര വീടുകൾ ഇന്ന പ്രോജക്റ്റിൽ ചെയ്തു, ഞങ്ങൾ അതിദരിദ്രതയെ സാമാന്യവിധം ഒഴിവാക്കി, പൂർണ്ണമായി ഒഴിവാക്കി എന്നുള്ള പഠനങ്ങൾ ഇനിയും വരണം, വന്നുകൊണ്ടിരിക്കുക. അത് ഒഴിവാകും തീർച്ചയായും. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത കാര്യം. പിന്നെ ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് പബ്ലിക് സെക്ടർ എഡ്യൂക്കേഷൻ രംഗത്ത് നിങ്ങൾക്കറിയാമോ, എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ഒരു ഗവൺമെൻറ് ജോലിയല്ലേ? ഗവൺമെൻറ് ഡോക്ടർ, ഗവൺമെൻറ് നഴ്സ്, പോലീസ് ഓഫീസർ, അതുപോലെ എല്ലാം ഗവൺമെൻറ് ഇഷ്ടമാണ്. പക്ഷേ തങ്ങളുടെ കുട്ടികളെ വിടുന്ന കാര്യം വരുമ്പോഴോ ദേ ആർ മോർ കോഷ്യസ്. ദേ സെൻഡ് ദം ടു ദ വാർഡ് ടു പ്രൈവറ്റ് സെക്ടർ സ്കൂൾസ്. ബട്ട് ലാസ്റ്റ് 10 yearsൽ എന്താ മാറ്റം വന്നേ? എത്ര വലിയ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും 10ാം ക്ലാസ് പഠിപ്പിക്കുന്ന സ്റ്റേറ്റ് സിലബസിൽ. ഹയർ എഡ്യൂക്കേഷൻ അതാണ് നല്ലത്. അതുപോലെ സ്റ്റേറ്റ് സ്കൂളുകൾ സൂപ്പറാക്കി വന്നു. അവിടുത്തെ അത്രയും കമ്പ്യൂട്ടർ ഫെസിലിറ്റി ഒന്നും പ്രൈവറ്റ് സ്കൂളിലില്ല. അത് ഓരോ സെക്ടറിൽ നിന്ന് ഹെൽപ്പ് കിട്ടുമ്പോൾ അവർക്കത് പറ്റും. അതുപോലെ മിടുക്കന്മാരെ അധ്യാപകർ മുഖം നോക്കിയോ ജാതി നോക്കിയോ പണത്തിൻ്റെ കെട്ട് നോക്കിയല്ല നിയമിക്കുന്നത്, മറിച്ച് അവിടെ ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപകർ, ഗവൺമെൻറ് കോളേജുകളിലെ അധ്യാപകർ എന്ന് പറഞ്ഞാൽ അവരുടെ ശേഷിയും ക്ഷേമുഷിയും ബോധ്യപ്പെട്ട് ഇൻ്റർവ്യൂ നടത്തി അവരെ സെലക്ട് ചെയ്ത് വരുന്നത്. മിടുക്കന്മാരിൽ മിടുക്കരാണ്. അതുകൊണ്ടാണ് ഈ ഗവൺമെൻറ് സെക്ടറിലുള്ള ഏതൊരു മേഖലയ്ക്കും മികവ് ലഭിക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ഇനിയൊരു ഗവൺമെൻറ് ഉണ്ടായാലും ഇപ്പം LDF വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. UDF വേണേലും വരാം, BJP വേണേലും വരാം. വരുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് അവരുടെ പ്രകടന പത്രിക പരിശോധിക്കണം. ഇലക്ഷൻ നിൽക്കുമ്പോൾ തന്നെ ആ പ്രകടന പത്രികയിൽ അവരെന്ത് പറയുന്നു, അത് അവർ ചെയ്യാൻ പ്രാപ്തരാണോ നമ്മൾ മനസ്സിലാക്കണം. കാരണം കഴിഞ്ഞ 2 ടേം നമ്മുടെ മുമ്പിലുണ്ട്. ഗവൺമെൻറ്റിൻ്റെ പ്രകടന പത്രിക അവർ ഒളിച്ചു വെച്ചില്ല, അവരെടുത്ത് കാണിച്ചു, ദേ ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ പറഞ്ഞു, ഇന്നത് ചെയ്തു. അപ്പോൾ അത്തരത്തിൽ ഒരു സ്ക്രൂട്ടിനി നമ്മൾ നടത്തണം. നമുക്ക് ബാധ്യതയുണ്ട്. നമ്മൾ വോട്ട് ചെയ്തുകൊണ്ട് കാര്യം കഴിഞ്ഞു എന്ന് വിചാരിക്കും. വോട്ടിന് വേണ്ടി നമ്മുടെ എത്രയോ ലക്ഷം പേര് മരിച്ചിട്ടുണ്ടെന്നറിയാമോ? പണ്ടൊക്കെ 10 രൂപ കര അടയ്ക്കുന്നവനെ വോട്ടുണ്ടായിരുന്നുള്ളൂ. അന്നത്തെ 10 രൂപ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ 2 സെൻറ്റ് സ്ഥലത്തിൻ്റെ വിലയാണ്. ആ കാലഘട്ടത്തിൽ നിന്ന് വന്ന് നമുക്ക് വോട്ട് കിട്ടുമ്പം അതിൻ്റെ വില കളയരുത്. പരിശോധിക്കണം, പഠിക്കണം. രാഷ്ട്രീയ പാർട്ടിക്കാർ വീട്ടിൽ വരും വോട്ട് ചോദിച്ച്. അപ്പോൾ ചോദിക്കണം, പ്രിയ സ്നേഹിത, നിങ്ങളുടെ പ്രകടന പത്രിക ഒരു കോപ്പി തരാമോ എന്ന് ചോദിക്കണം. അവർ വളരെ അഭിമാനത്തോടെ അതുകൊണ്ട് തരും. അത് വീട്ടിലെടുത്ത് സൂക്ഷിച്ച് വെക്കണം.
എന്നിട്ട് പരിശോധിക്കണം ഇവന്മാരെന്താ ചെയ്തേ, ഈ കഴിഞ്ഞ ഒരു വർഷം ഇവരെന്ത് ചെയ്തു. പത്രത്തിലൊക്കെ വാർത്ത വരുതേ ഇങ്ങനെ 1-ാം വർഷത്തെ പ്രോഗ്രസ് കാർഡ് റിലീസ് ചെയ്തു. അപ്പോൾ എടുത്ത് നോക്കണം ഇവർ പറഞ്ഞും പ്രവൃത്തിയും പറച്ചിലും പ്രവൃത്തിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്നോ. ഞാനിപ്പോൾ ഇത് പറയുമ്പം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണെന്നോ അനുഭാവിയാണെന്നേ കമ്മ്യൂണിസ്റ്റാണെന്നാലും പറയണം. ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണുള്ള യോഗ്യതൊന്നും എനിക്കില്ല. ഞാൻ തിന്നും കുടിച്ചും പ്രാർത്ഥിച്ചും സ്നേഹിച്ചുമൊക്കെ ജീവിക്കുന്നൊരു സാധാരണ മനുഷ്യനാണ്. ഒരു അസ്വാഭാവിക കഴിവുള്ള ആൾക്ക് അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റായിട്ടൊക്കെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയല്ല, ഞാൻ സാധാരണ മനുഷ്യൻ. പക്ഷേ സാമാന്യ മനുഷ്യൻ എന്നുള്ള നിലയിൽ തന്നെ പഠനവും നിരീക്ഷണവും ഗവൺമെൻറ് സെക്ടറിൽ ഓഫീസർ എന്നുള്ള അനുഭവം ജ്ഞാനവും എനിക്കുണ്ട്. അപ്പം അത് വെച്ചാണ് ഈ പറയുന്നത്, നമുക്ക് സാമൂഹ്യമായി നാം ജീവിക്കണം. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ അവരുടെ ആ പ്രകടന പത്രികകൾ പരിശോധിക്കണം. അതവർ നടപ്പാണ്ട് നിരീക്ഷിക്കുന്നെങ്കിൽ അത് ചോദിക്കണം, പറയണം. ഞാൻ ഫോണെടുത്ത് വിളിച്ച് പറയാറുണ്ട്. ഒരിക്കൽ നമ്മുടെ ചിങ്ങവനത്ത് 2-3 ആക്സിഡൻ്റ് ഉണ്ടായി അവിടെ ഗോമതി ജംഗ്ഷനിൽ. ഞാൻ മിനിസ്റ്ററെ വിളിച്ചു. അപ്പം ഇവിടെ എഞ്ചിനീയറെ ആദ്യം കണ്ടു, അയാൾ ഓരോ തടസ്സങ്ങൾ പറഞ്ഞു. മിനിസ്റ്ററെ വിളിച്ചു. 2 ദിവസം അവിടെ വീപ്പ കൊണ്ട് വെച്ചു. ഇപ്പോൾ ഇത് നല്ല സൂപ്പറായിട്ട് അത് പണിതു. ഇത് ഞാൻ മാത്രമായിരിക്കില്ല ഇത് ചെയ്ത്, പലരും ചെയ്തിട്ടുണ്ട്. പലരുടെ ഇടപെടലാണ് ഒരു കാര്യം നടത്തുന്നത്. എനിക്കതിൻ്റെ ഖ്യാതിയൊന്നും വേണ്ട, ഗ്ലാമറും വേണ്ട. ഞാനും വിളിച്ചിരുന്നു എന്ന് മാത്രം. അപ്പം സാമൂഹികമായി ചിന്തിക്കുകയും ഇടപെടുകയും ചെയ്യണം, എങ്കിലേ ഗവൺമെൻറ്റിക്ക് നന്നാകത്തുള്ളൂ. അപ്പം നമ്മുടെ തെരഞ്ഞെടുപ്പിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം, പഠിക്കാം. കഴിവതും വലിയ നമുക്ക് ഒഴിവാക്കാനാവാത്ത നേതാക്കന്മാരെ ഒഴിച്ച് ചില നമുക്ക് വേണം, കുറച്ച് മിടുക്കന്മാർ വേണം. അതൊഴിച്ച് ബാക്കി ആർക്കും 2 തവണ കൂടുതൽ വോട്ട് ചെയ്യരുത്. അവർ വരും, ഓരോ പ്രാവശ്യം ജയിക്കുന്ന ആളുകൾ അവർ ആ തന്ത്രത്തിലാണ് നിൽക്കുന്നത്. എങ്ങനെ ജനങ്ങളെ വശപ്പെടുത്താം. അവിടെ ഒരു കല്യാണം ഉണ്ടെങ്കിൽ വിളിച്ചില്ലെങ്കിലും വരും, ഭക്ഷണം കഴിക്കാതെ പോകും. അതുപോലെ തന്നെ മരിച്ചെടുത്ത് വന്ന് നിൽക്കും. ചിലരൊക്കെ നിൽക്കും, ചിലർ വന്നാൽ ഉടനെ എല്ലാവരെയും തൊഴുതിട്ട് അങ്ങ് പോകും. അതൊന്നുമല്ല ഗവൺമെൻറ്റിൻ്റെ നല്ല ലക്ഷണം. അതും വേണം. ദി മീൻ ടൈം വി മസ്റ്റ് സ്ക്രൂട്ടിനൈസ് ദി പ്രോഗ്രസീവ് വർക്ക് ദാറ്റ് വാട്ട് ദേ ആർ ഡൂയിങ് ഇൻ ദി ടേൺ. അവരുടെ ടീമിൽ അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ നോക്കണം. എന്നിട്ട് മാത്രമേ വോട്ട് ചെയ്യാവുള്ളൂ. ഓക്കെ, നമുക്ക് ജാതിയും മതവും നോക്കേണ്ട കാര്യമൊന്നുമില്ല. നാടിനെ സ്നേഹിക്കുന്നവരെ നമുക്ക് വേണ്ടത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. ഞാനിതെല്ലാം പറഞ്ഞ് എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കരുത്, കോൺഗ്രസ് ആക്കരുത്, BJP ആക്കരുത്. ഞാനൊരു സ്വതന്ത്രനായ ഒരു മാധ്യമ പ്രവർത്തകനാണ്. ഓക്കെ, ഇറ്റ്സ് മീ സൈമൺ യൂട്യൂബ് ചാനലിൻ്റെ ഉടമയാണ്, അതിൻ്റെ എൻ്റർപ്രണറാണ്. ഓക്കെ, താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. യു ക്യാൻ ലീവ് എലോങ് വിത്ത് മീ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കും. നിങ്ങൾ പറയുന്നതിൽ നന്മകളെ ഞാൻ കൊരുത്തെടുക്കും, അല്ലാത്തവയെ നിഷ്കരണം തള്ളിക്കളയും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് ഓഫ് ഗോഡ്.